പിന്നെ അപ്പോൾ തന്നെ ഞാൻ ബഹുമാന്യ മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം, ഗവേഷണം നിർത്തരുത്, അത് തുടരണം എന്നുള്ളതാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ എനിക്ക് പ്രയാസം തോന്നുമല്ലോ, അപ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അപ്പം എനിക്ക് പിന്നീട് മനസ്സിലായി വന്ന ഒരു കാര്യം, ഒന്ന് ഇടതുപക്ഷ നിലപാടിൻ്റെ ഭാഗമായി നിൽക്കുന്നു, CPIM നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തോ വലിയ റിസോർട്ടിൽ താമസിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വിവാദങ്ങളൊക്കെ വന്നല്ലോ. അപ്പം അത് എൻ്റെ അടുത്ത് പ്രതിപക്ഷ യുവജന സംഘടനയുടെ ഒരു നേതാവ് തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ കരുതി യൂത്ത് കമ്മീഷൻ്റെ അവിടുന്ന് പണം എടുത്ത് കൊടുത്തിട്ടാണ് താമസിച്ചതെന്ന്, അല്ല നിങ്ങളുടെ സ്വന്തമായ ചിലവിലാണ് താമസിച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കൊരു വലിയ കരുത്താണ് പാർട്ടി. കാരണം എനിക്കെന്ത് പ്രയാസം വന്നാലും ഓടിപ്പോയി എൻ്റെ പ്രയാസങ്ങൾ പറയാൻ എനിക്ക് പാർട്ടി ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് ശരിക്കും ഇതൊന്നും ഏശാത്തത്. ഓരോ ഇടങ്ങളിലും സ്ത്രീകൾക്ക് ആവശ്യമായ പരിഗണന കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ആ അഭിപ്രായം ഇല്ല. ഡോക്ടർ ചിന്ത ജെറോമാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. SFIയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും യുവജന പ്രസ്ഥാനമായി DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായിരുന്നു. CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു. ഒപ്പം സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ പദവിയിൽ 2 ടേം പൂർത്തിയാക്കി 6.5 വർഷം. പക്ഷേ ചിന്തയെക്കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അറിയുന്നത് ചിന്തയുടെ ട്രോളുകളും വിവാദങ്ങളും ബഹളങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്ത സ്വയം എങ്ങനെ ഡിഫൈൻ ചെയ്യുക ചിന്തയെക്കുറിച്ച്? ഞാൻ നിങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. ഇതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഒരു സമ്മിശ്രമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു പഠനം മാത്രമായി മാറ്റി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം മാത്രമായി മാറ്റി നിർത്തുകയോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന കുടുംബം മാത്രമായി മാറ്റി നിർത്തുകയോ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ട്രോളുകളിലൂടെ പരിചിതമാകുന്ന ഒരാളാവണം ഞാനെന്നില്ല. കുറച്ചുകൂടി നേരിട്ട് കാണുന്നവർക്കും നേരിട്ട് അടുത്ത് സംസാരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും സഖാക്കൾക്കും ഒക്കെ അറിയാവുന്ന ഒരു ചിന്ത മറ്റപ്പുറത്തുണ്ട് എന്നുള്ളതിൽ. അതാണ് ഞാൻ. പക്ഷേ ഈ പറയുന്ന 6.5 വർഷക്കാലം സംസ്ഥാന യുവജന കമ്മീഷൻ എൻ്റെ അധ്യക്ഷയായിരുന്നു. അതുപോലെ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടുന്നതിന് അപ്പുറത്തേക്ക് ഈ ട്രോളുകളും പ്രചാരങ്ങളൊക്കെ അങ്ങനെ ഒരു പരിഭവമുണ്ടോ? ഇല്ല, കാരണം ഞാൻ ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾ പറയപ്പെടുന്ന ഒരു വിസിബിലിറ്റി വരുന്നത്. കാരണം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് ഞാനിപ്പോൾ. SFI രംഗത്തോ DYFI രംഗത്തോ അല്ലെങ്കിൽ ഇടതുപക്ഷ പൊതുപ്രവർത്തന രംഗത്തോ ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകുകയും അതിൻ്റെ പേരിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ഈ മേഖലയിൽ സജീവമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹം അതാണ്. എനിക്ക് തോന്നുന്നു വളരെ ചെറുതിലേ തന്നെ എൻ്റെ ആഗ്രഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഇത്തരം ഒരു ആക്ടിവിറ്റീസിൽ സജീവമാവണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. ഞാൻ അന്നേ എനിക്ക് പണ്ടൊരിക്കൽ സംസാരിക്കാൻ ഒരു വിഷയം കിട്ടിയിരുന്നു, നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. നമ്മുടെ സ്കൂൾ പ്രസംഗങ്ങൾക്കൊക്കെ കിട്ടുന്നൊരു പണ്ടത്തെ ക്ലീശേ ഒരു വിഷയമായിരുന്നു. അപ്പം അന്നേ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്തരം ഒരു പൊതുരംഗത്ത് നിൽക്കാനുള്ളൊരാഗ്രഹം ഞാൻ അന്ന് വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പഠനത്തിന് ശേഷം മറ്റൊരു തൊഴിൽ ഓപ്റ്റ് ചെയ്യപ്പെടാതെ ഈ പറയുന്ന ഗവേഷണ പഠനം നടക്കുന്ന സമയത്ത് തന്നെ പൊതുപ്രവർത്തനം എന്നൊക്കെ ചൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതിപ്പോഴും അങ്ങനെ ചൂസ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കിപ്പം അക്കാഡമിക്കലി നോക്കുമ്പോൾ നെറ്റുണ്ട്, നെറ്റിനോടൊപ്പം തന്നെ JRFോട് കൂടിയാണ് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തത്. അപ്പം കോളേജ് അധ്യാപനത്തിന് പോകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. അപ്പം അത് എങ്ങനെ ആണ് എന്നുള്ളത് ഞാൻ 1-2 കോളേജുകളിൽ ഇൻ്റർവ്യൂവിനൊക്കെ ആദ്യ സമയത്ത് പോയിട്ടുണ്ട്. അപ്പം എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അധ്യാപികയാകുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ പൊതുപ്രവർത്തകയായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു പൊതുപ്രവർത്തകയായി ഈ പറയുന്ന പദവികളിലൂടെയൊക്കെ പോകുന്നു. പിന്നീടാണ് യുവജന കമ്മീഷന്റെ സംസ്ഥാന അധ്യക്ഷ ചെയർപേഴ്സൺ എന്ന പദവിയിലേക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൂടിയാണല്ലോ അത്. സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക്
ശരിക്കും ആ ചുമതല വരുന്ന ഒരു ആദ്യത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാനന്ന് PhD ചെയ്തുകൊണ്ടിരിക്കുക കേരള യൂണിവേഴ്സിറ്റിയിൽ. SFIയിൽ നിന്നും ഒഴിഞ്ഞു. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്താണ് എനിക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അപ്പം ആ ഘട്ടത്തിൽ ഞാൻ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ പാർട്ടി തീരുമാനിച്ചു. ഇന്ത്യയിൽ നിന്ന് ഞാനും അതോടൊപ്പം തന്നെ കുറച്ച് പ്രധാനപ്പെട്ട മറിയം ധാവളെ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ ലീഡറായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള ബാലഗോപാൽ സഖാവായിരുന്നു. ചൈന യാത്ര നമ്മൾ പോയി അവിടുത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരികെ വന്ന ശേഷം വീണ്ടും ഗവേഷണത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലാണ്. അപ്പം PhD സീരിയസ് ആയി നോക്കി ഒരു 1-1.5 കൊല്ലത്തിനകം PhD സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നത്. പിന്നെ അപ്പോൾ തന്നെ ഞാൻ ബഹുമാന്യ മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം, ഗവേഷണം നിർത്തരുത്, അത് തുടരണം എന്നുള്ളതാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ട് അതിൻ്റെ റെഗുലേഷൻസ് അനുസരിച്ച് പാർട്ട് ടൈം ആക്കി. അതിൽ 6.5 വർഷക്കാലം ആ പദവി, അത് 2ാം ടൈം കൂടെ പാർട്ടിയും സർക്കാരും ആ ചുമതല ചിന്തയെ ഏൽപ്പിക്കുന്നു. ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല മുഹൂർത്തങ്ങൾ ഏതായിരിക്കും? ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. അതായത് ഞാൻ യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയതിനു ശേഷം ആദ്യം നടത്തുന്ന യാത്ര ഞങ്ങൾ ഇടമലക്കുടിയിലേക്കാണ്. ഇടമലക്കുടി എന്ന് പറയുന്ന ആദിവാസി ഊര്, അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മളൊരു സ്ഥലത്തിറങ്ങിയിട്ട് കിലോമീറ്ററുകൾ നടന്നു പോകണം. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു ടീം, യൂത്ത് കമ്മീഷൻ അംഗങ്ങളും സെക്രട്ടറിയും എല്ലാവരും കൂടെ പോയി അവിടെ സ്റ്റേ ചെയ്ത്, സൊസൈറ്റി കുടി, അവിടുത്തെ ഒരു കുടിയാണ്, അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. അതിൽ ഗൗരവമുള്ളൊരു വിഷയം കണ്ടത്, അവിടുത്തെ സ്ത്രീകൾ മാസമുറ സമയത്ത് അവർ മാറി താമസിക്കേണ്ട ഒരു ഇടമുണ്ട് അവരുടെ ആചാരപ്രകാരം. അത് വാലായ്മപ്പുരകളാണ്. അപ്പോൾ ഈ വാലായ്മപ്പുരകൾ വീടുകളിൽ നിന്നും ഇവരുടെ താമസ സ്ഥലത്തു നിന്നും കുറച്ച് മാറി വനപ്രദേശത്തോട് ചേർന്നാണ്. അവിടെ വന്യമൃഗങ്ങൾ വരും. അപ്പോൾ ഈ ഭയം ഉള്ളതുകൊണ്ട് ഇവർ മാസമുറ വരാതിരിക്കാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നു. അപ്പോൾ അത് ബർത്ത് റേറ്റിനെ എല്ലാം അവിടെ ബാധിക്കുകയാണ്. സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തു. അവിടുത്തെ ഒരു വിദ്യാലയത്തിൻ്റെ സാധ്യതകൾ മെച്ചപ്പെടുത്തുക, കളിക്കളം അവിടെ കൊണ്ടുവരിക, അതൊക്കെ പരിഗണിക്കപ്പെട്ടു എന്നുള്ളൊരു വലിയ സന്തോഷം എനിക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്കിടയിലേക്ക്, യുവജനങ്ങൾക്കിടയിലേക്കാണ് ആദ്യമായി ഞങ്ങൾ ആ ചുമതലയേറ്റിട്ട് ഇറങ്ങിച്ചെന്നത്. ഒരാളതിൽ വന്നത് അയാളുടെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഞങ്ങളത് പോലീസിന് കൈമാറിയ പരാതി, പോലീസ് രക്ഷിതാക്കളെ വിളിപ്പിച്ചു, ഈ കുട്ടിയെയും വിളിപ്പിച്ചു. ഈ കുട്ടി പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഇവർ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചിട്ടില്ല, എനിക്ക് എൻ്റെ രക്ഷിതാക്കളെ ഒന്ന് കാണണം, അതിനുവേണ്ടി ഞാൻ നൽകിയ പരാതിയാണ്. അപ്പം അങ്ങനത്തെ വൈകാരികമായ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടൊരു കള്ളപ്പരാതി അതാണ്. പക്ഷേ അതിനിപ്പുറത്തുള്ള വൈകാരിക തലം, അത് അങ്ങനത്തെ കുറേ സന്ദർഭങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് യൂത്ത് കമ്മീഷൻ, എന്തിനാണ് ഈ കമ്മീഷൻ, ഈ കമ്മീഷൻ കൊണ്ട് എന്ത് ഗുണമുണ്ടായി മാത്രമാണ്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഞാൻ JRFന്റെ ഫെലോഷിപ്പ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പം അതിനകത്ത് ഒരു സാമ്പത്തികമായ മെച്ചമെന്ന് പറയുന്നത് അത് X or Y ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതല്ല. യൂത്ത് കമ്മീഷനും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഈ കമ്മീഷനുകൾക്ക് കൊടുക്കുന്ന ഒരു ആ ഒരു പദവിക്ക് കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷനാണ്. അത് എല്ലാ കമ്മീഷനുകൾക്കും ഉള്ളതാണ്. എനിക്ക് മുമ്പുള്ള വ്യക്തിക്കും കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും കിട്ടുന്നു. പക്ഷെ അതിലൊക്കെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ മാത്രം ഓഡിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് പ്രയാസമില്ല. പക്ഷെ കള്ളപ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ള ദുഃഖകരമാണ്. അതായത് സർക്കാരിൻ്റെ നികുതി പണം കൊണ്ടാണ് മരുന്ന് വാങ്ങുന്നത്. അക്കാലത്ത് സത്യത്തിൽ എനിക്ക് പനി പോലും വന്നിട്ടില്ല, ഒരു മരുന്നും അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. അല്ലെങ്കിലും അങ്ങനെ ആരും റീഇംബേഴ്സ് ചെയ്തൊന്നും വാങ്ങാറില്ല. ഇക്കാര്യം പറയുമ്പോൾ തന്നെ ചിന്ത പറഞ്ഞതിൽ നിന്ന് ആഡ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, ഈ രാഷ്ട്രീയക്കാർ ഈ പറയുന്ന സ്വയം നേട്ടം ഉണ്ടാക്കാൻ, സ്വയം ലാഭം ഉണ്ടാക്കാനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന ലേബൽ തന്നെ ആളുകൾ ഇപ്പോൾ പറയുന്ന സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും കാണുന്നത് ഒരു സ്വയം നേട്ടം ഉണ്ടാക്കാനുള്ള
ഒരു പദവിയായിട്ടാണല്ലോ. ചിന്തയുടെ റിസോർട്ടിലെ താമസ വിവാദവും അമ്മയുടെ ചികിത്സക്കാലത്തെ വാർത്തകളും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ പറയുന്നൊരു പ്രചരണങ്ങളോട് പൊതുപ്രവർത്തന രംഗത്ത് ഇത്ര വർഷം പ്രവർത്തിച്ച് പരിചയ ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ ബോധപൂർവം നടത്തുന്ന ഒരു പ്രചരണമാണ്. അതായത് ഞാൻ നോക്കിയിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സമയം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഒരുപാട് നമ്മൾ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളാണ്. ഞാനെന്നല്ല, ഞാൻ വളരെ ചെറിയൊരാളാണ്. ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള നേതൃത്വം അത് ഇടതുപക്ഷത്തിൽ നിന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരാരായാലും വളരെ ത്യാഗനിർഭരമായ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും അവരുടെയൊക്കെ ജീവിതത്തെ മാറ്റാനും ഒക്കെ ഇടപെട്ടിട്ടുള്ളവരാണ് എല്ലാ പൊതുപ്രവർത്തകരും. അപ്പം ഈ രാഷ്ട്രീയക്കാരാകെ മോശമാണ്, ഈ രാഷ്ട്രീയക്കാര് ഒക്കെ ശരിയല്ല എന്നൊക്കെ ഉള്ളൊരു ആ ഒരു നറേഷൻ എന്ന് പറയുന്നത് ശരിക്കും അതൊരു അരാഷ്ട്രീയവാദ കാലത്ത് ഉയർന്നു വരുന്ന അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു നറേഷനാണ്. കാരണം എത്രയോ പേരുടെ ജീവിതങ്ങളിലാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും ഇടപെടുന്നത്. അവരുടെ ഒരു ക്വാളിറ്റി ടൈം യഥാർത്ഥത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരല്ലേ. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു വൈകുന്നേരങ്ങളിലും നമുക്കങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റാറില്ല. അങ്ങനെ ഒരു വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമയക്രമം പോലും ഇല്ല. എല്ലാ സമയവും നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു പരിപാടികൾ. ഞങ്ങളെ സംബന്ധിച്ച് കമ്മിറ്റികളായിരിക്കും, കമ്മിറ്റികളിലെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, മറ്റ് ജനങ്ങളുടെ ഇടയിലുള്ള ഇപ്പോൾ യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ്. കേരളത്തിൽ എല്ലായിടങ്ങളിലും യാത്ര ചെയ്യുക, അതിൻ്റെ അദാലത്തുകൾ, സിറ്റിങ്ങുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുക. അപ്പം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും അതിനെ ഒന്നും ആ ഒരു തരത്തിലല്ലാതെ ഇങ്ങനൊരു നറേഷൻ കൊണ്ട്, അത് ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ കയ്യടിയും കിട്ടാറുണ്ട്. അപ്പം ഇപ്പം രാഷ്ട്രീയക്കാരെ വന്ന് രണ്ട് മോശമായി പറഞ്ഞിട്ട് പോകുന്ന ബ്യൂറോക്രസിയുടെ ചില ആളുകൾ ആഘോഷിക്കപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എല്ലാ മേഖലയിലും പ്രശ്നങ്ങളും തെറ്റുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ പ്രചാരണം നടക്കുമ്പോഴും ചിന്തയെ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് ആക്രമിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ കള്ളപ്രചാരണങ്ങൾ, ഞാൻ ഈ പറഞ്ഞ വേർഡുകളൊക്കെ ചിന്ത തന്നെ നേരത്തെ കോട്ട് ചെയ്തതാണ്. അപ്പോൾ ചിന്തയെ ഇത്തരത്തിൽ ഒരു അറ്റാക്ക് ചെയ്യുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും, എന്തുകൊണ്ട് എന്നെ മാത്രം ഇവർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ എനിക്ക് പ്രയാസം തോന്നുമല്ലോ. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അപ്പം എനിക്ക് പിന്നീട് മനസ്സിലായി വന്ന ഒരു കാര്യം, ഒന്ന് ഇടതുപക്ഷ നിലപാടിൻ്റെ ഭാഗമായി നിൽക്കുന്നു, CPIM-ൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്ന ആശയത്തോട് എതിർപ്പുള്ളവർ ആ ആശയം വെച്ച് നമ്മളെ ആക്രമിക്കുന്നതിന് പകരം മറ്റ് എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ വിസിബിലിറ്റി കിട്ടുന്ന ചില കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുക. നമ്മുടെ ഭാഷയായിരിക്കാം, ശൈലിയായിരിക്കാം, പ്രസംഗത്തിലെ ഏതെങ്കിലും ശകലങ്ങളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിച്ച് നമ്മളെ ഒന്ന് ദുർബലപ്പെടുത്താം എന്ന് കരുതിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ട്രോളെന്ന് പറയുന്നതിന് നമ്മളങ്ങനെ ഒരു പ്രയാസത്തിൽ കാണുന്നില്ല. കാരണം ട്രോള് ഭയങ്കര രസകരമാണ്. നമ്മൾ ഈ പറഞ്ഞ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന് ട്രോള് കാണുമ്പോൾ, ഇപ്പം കഴിഞ്ഞ ദിവസം കലോത്സവത്തിന് ഒരു മോണോ ആക്ട് കാണിച്ചപ്പോൾ ആ മോണോ ആക്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ നല്ല കോമഡി രംഗങ്ങൾ ചേർത്ത് എഡിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് പിന്നെയും കാണുക. മമ്മി എൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്താ നീ ഇങ്ങനെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്? പക്ഷെ എനിക്കതിനകത്തെ ആ ഒരു രസകരമായ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഞാൻ പറയുന്നത്. നമ്മളെ മോശപ്പെടുന്നത്. അപ്പോൾ ഒരു വെള്ളം കുടിച്ചാൽ അത് വെള്ളമാണ് കുടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ബിയറാണെന്ന് പറയുക, അല്ലെങ്കിൽ മദ്യമാണെന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു വാചകം എടുത്തിട്ട് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലാണല്ലോ എന്നോട് വന്നിട്ട് സർക്കാർ ഇവിടെ ഗവൺമെൻറ് മരുന്നില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരൻ ഇത് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? എന്നും അവിടെ പൊതിച്ചോറ് കൊടുക്കാൻ പോകുന്നവരാ ഞങ്ങൾ. അത് ഞാൻ ഒച്ചത്തിലാണ് പറയുന്നത്, കാരണം അവിടെ അത്രയും ഒച്ചയുണ്ട്. അപ്പം എനിക്ക് ആ സൗണ്ട് പ്രതിരോധിക്കാൻ ഒച്ചത്തിൽ പറയാം. അപ്പം അതെടുത്ത് കട്ട് ചെയ്തിട്ട് മരുന്നില്ലെങ്കിൽ എന്താ, പൊതിച്ചോറുണ്ടല്ലോ, അപ്പം പിന്നെ ഇന്ന അസുഖത്തിന് പൊതിച്ചോറ് മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് മാറ്റി തിരിക്കുകയാണ്. ഓരോ ഭാഗത്തും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ട്രോളുകൾക്ക് അപ്പുറത്തേക്ക് വിമർശനങ്ങൾ വ്യക്തിപരമായും കുടുംബം, അമ്മ, ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത്?
എനിക്ക് മറ്റേ ഞാൻ എന്തോ വലിയ റിസോർട്ടിൽ താമസിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വിവാദങ്ങളൊക്കെ വന്നല്ലോ. അപ്പം അത് എൻ്റെ അടുത്ത് പ്രതിപക്ഷ യുവജന സംഘടനയുടെ ഒരു നേതാവ് തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ കരുതി യൂത്ത് കമ്മീഷൻ്റെ പണം എടുത്ത് അവിടുന്ന് പണം എടുത്ത് കൊടുത്തിട്ടാണ് താമസിച്ചതെന്ന്, അല്ല നിങ്ങളുടെ സ്വന്തമായ ചിലവിലാണ് താമസിച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരുത്തി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, കാരണം ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ സർക്കാരിൻ്റെ ചിലവിൽ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ഇത് ചെയ്യുന്നു, ആഡംബര ഹോട്ടലിൽ താമസിക്കുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഞങ്ങളുമായി വളരെ അടുപ്പമുള്ളൊരു ഡോക്ടറാണ് അവിടെയുള്ളത്. അപ്പോൾ ആ ഡോക്ടറുടെ ഒരു ആഗ്രഹപ്രകാരവും അവർ പറഞ്ഞു അമ്മയ്ക്ക് സ്ട്രോക്ക് നിന്ന് റിക്കവർ ആയ ഉടനെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവിടെ നിൽക്കാം, അതേപോലെ തന്നെ വീട് റെനോവേഷൻ നടക്കുകയാണ്, അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനെപ്പോഴും ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അമ്മ താഴെയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മളെപ്പോഴും അമ്മയുടെ കൂടെ കാരണം അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മയെ തനിച്ചെവിടെയെങ്കിലും പോയാൽ നമുക്കൊരു നമ്മുടെ ആക്ടിവിറ്റീസ് നല്ലപോലെ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും അത് തിരക്കണം, അമ്മ എവിടെയാണ്, അമ്മയ്ക്ക് ഓക്കെ ആണോ, ഒന്ന് ഫോൺ എടുത്തില്ലെങ്കിൽ ഉള്ളിൽ വെപ്രാളാവും. ഈ പറയുന്ന ഏത് യാത്രകളിലും അല്ലെങ്കിൽ എവിടെ പരിപാടിക്ക് പോകണമെങ്കിലൊക്കെ ഒപ്പം അമ്മ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞൊരു കരുതൽ ശരിക്കും എങ്ങനെയാണ്? അമ്മ എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ, നമുക്കോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും എല്ലാം ആണല്ലോ. പിന്നെ എനിക്ക് അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്നതായിരുന്നു. ഇപ്പം അച്ഛൻ 15 വർഷമായി, അച്ഛനില്ല, ഞങ്ങൾ 2 മാത്രമാണ്. അപ്പം അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കോവിഡ് സമയത്ത് കോവിഡിൻ്റെതായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടൊരു സ്ട്രോക്ക് വന്നു. അപ്പോൾ അതിൽ നിന്ന് റിക്കവറായ ശേഷം എനിക്കങ്ങനെ തനിച്ചമ്മയെ ആക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം, അവിടെ ഒരാളെ നിർത്തിയാൽ പോലും എനിക്ക് അമ്മയെ വിളിക്കണം, അമ്മയോട് സംസാരിക്കാം. അപ്പം കഴിയുന്നിടത്ത് അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മുടെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് അമ്മയ്ക്കും ഒരു സന്തോഷമാണ്. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിൽക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമല്ല. അപ്പം കൂടുതൽ സമയം പുറത്താണ്. അപ്പം ആ സമയം ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനും കൂടി ഇത് ഗുണകരമാവും. പിന്നെ അമ്മയ്ക്ക് കുറച്ചുകൂടെ അമ്മ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അമ്മ എല്ലാവരുമായിട്ട് എൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ അസഭ്യക്കാരാണ്. മമ്മി അതുകൊണ്ട് ആ വൈബിലാണ് സംസാരിക്കുന്നത്. എന്നാലും ഞാൻ ലേറ്റായി വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാ ഇത്രയും പോസ്റ്റ് ആക്കിയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് അമ്മ രൂപപ്പെട്ടു വന്നു. അമ്മ അധ്യാപികയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവരെല്ലാവരുമായിട്ട് സൗഹൃദവും സ്നേഹവും എല്ലാം ആണ്. അപ്പം അത് അമ്മയ്ക്കും ഒരു സന്തോഷമാണ്. ഇപ്പൊ ഈ ചിന്ത CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാവുന്നു, പൊതുപ്രവർത്തന രംഗത്തുണ്ട്. പക്ഷെ ഈ പറയുന്ന നിരന്തര വിവാദങ്ങളും ട്രോളുകളൊക്കെ വരുമ്പോൾ പാർട്ടി നേതാക്കളൊക്കെ അതിൽ നിലയ്ക്ക് ഇടപെടാറുണ്ടോ? അതല്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് എന്താണ് ഈ നിരന്തരം ഈ പറയുന്ന ബഹളങ്ങളിൽ പെടുന്നത് എന്നുള്ളത്? എനിക്കൊരു വലിയ കരുത്താണ് പാർട്ടി. കാരണം എനിക്ക് എന്ത് പ്രയാസം വന്നാലും ഓടിപ്പോയി എൻ്റെ പ്രയാസങ്ങൾ പറയാൻ എനിക്ക് ഒന്ന് പാർട്ടി ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് ശരിക്കും ഇതൊന്നും ഏശാത്തത്. പലരും എന്നോട് പറയും ചിന്ത ഞങ്ങൾ സമ്മതിച്ചു, ഇത്രയൊക്കെ വന്നിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതിന് കാരണം ഒന്നേ ഉള്ളൂ, പാർട്ടിയുടെ ധൈര്യമാണ്. പാർട്ടിയുണ്ട്, പാർട്ടി സഖാക്കളുണ്ട് എന്നുള്ളതാണ്. ഞാൻ അത്ഭുതപ്പെടുമ്പോൾ ഇങ്ങനൊരു പിൻബലമില്ലാത്തവർ ശരിക്കും നല്ലതുപോലെ പ്രയാസപ്പെടുമല്ലോ എന്ന് ഞാൻ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുണ്ട്. ഇപ്പം ഓരോ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുമ്പോഴും എനിക്കതങ്ങനെ തീരെ എന്നെ സ്പർശിക്കാറില്ല. കാരണം ഇപ്പം കരിങ്ങാലി വെള്ളം കുടിച്ച സദസ്സിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സദസ്സാണ്, വേദിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു കള്ളപ്രചരണം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ. അതുപോലെ വീട് പുതുക്കി പണിയുന്ന സമയത്ത് ഞങ്ങൾ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ എത്രയോ തവണ അവിടെ വന്ന് ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അവരോട് തന്നെ ചോദിച്ചു, നിങ്ങളെല്ലാം വന്നിട്ടുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ബൈറ്റ് എടുക്കാനൊക്കെ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അമ്മയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതാണല്ലോ ആ സമയത്ത് ചെയ്യാൻ. ഇതിപ്പോൾ ഇക്കാര്യം പറയുമ്പോഴും ഇപ്പോൾ CPM-ന്റെ കാര്യം എടുത്താൽ ഒരു ആര്യ രാജേന്ദ്രൻ, ഒരു ചിന്താ ജെറോം, ഒരു ശ്രീമതി ടീച്ചർ, ഒരു ശൈലജ ടീച്ചർ, ഈ പറയുന്ന ആളുകൾക്ക് ഒരു പദവി കൊടുക്കുന്നു, അതിനെ ആഘോഷിക്കപ്പെടുന്നു വർഷങ്ങൾക്ക്. ഇപ്പം ഈ പറയുന്ന 21-കാരിയെ മേയറാക്കി എന്നുള്ളത് ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളെ മികവിന് അംഗീകരിക്കുമ്പോഴും അതിനെ ആഘോഷിക്കപ്പെടുന്നതിനപ്പുറത്തേക്ക് പുതിയ ആളുകൾക്ക് എത്രത്തോളം ഈ പറയുന്ന അവസരങ്ങൾ, സ്ത്രീ പ്രാതിനിധ്യം, CPM എന്ന് പറയുമ്പോൾ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടി അതിനെങ്ങനെ കാണുന്നു എന്നാണ് ചിന്ത മനസ്സിലാക്കുന്നത്? വലിയ പ്രാതിനിധ്യം നൽകുന്നുണ്ട്. ഇപ്പം ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത് തന്നെ 40 വയസ്സിന് താഴെയുള്ള 2 പേർ വരണം, അതിലൊന്ന് വനിതയായിരിക്കണം എന്നുള്ള
ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മാത്രമല്ല, ലോക്കൽ കമ്മിറ്റി മുതൽ പാർട്ടി സംഘടനയ്ക്കകത്ത് സ്ത്രീകൾ വരുന്നു. ഇപ്പം വിദ്യാർത്ഥി സംഘടന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പെൺകുട്ടിയാണ്, അനുശ്രീ. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ ഓരോ ഇടങ്ങളിലും സ്ത്രീകൾക്ക് ആവശ്യമായ പരിഗണന കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ആ അഭിപ്രായം ഇല്ല. ഇനി ഇതിൽ കൂടുതൽ സ്ത്രീകൾ വരണം, ഇതിൽ കൂടുതൽ സ്ത്രീകൾ അധികാര രംഗത്തേക്കും വരണം, അതോടൊപ്പം പാർട്ടി സംഘടനയ്ക്കകത്തും വരണം. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ പാർട്ടി ഏരിയ സെക്രട്ടറി ഒരു വനിതയാണ്. ഇടുക്കിയിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് മണിയാശാന്റെ മകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അപ്പോൾ ഞാൻ അപ്പോഴും ആവർത്തിക്കപ്പെടുന്നത് ഇപ്പോൾ ചിന്തയ്ക്ക് എടുത്തു പറയാനുള്ളത് ഫോർട്ട് കൊച്ചിയിൽ മണിയാശാന്റെ മകൾ എന്നുള്ളത് ഈ പറയുന്ന 14 ജില്ലകളിൽ ഓരോ ജില്ലാ കമ്മിറ്റി കീഴിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഏരിയ കമ്മിറ്റികളുള്ള സ്ഥലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ താലൂക്കിൽ തന്നെ 1-2 ഏരിയ കമ്മിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ CPM പോലും ഇനിയും അതിലേക്ക് കുറച്ചുകൂടെ എല്ലാ പാർട്ടികളെക്കാൾ കൂടുതലായി പരിഗണന CPIM നൽകുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും വരണം. അതിനുവേണ്ടി സ്ത്രീകൾ കൂടുതൽ സജീവമായി രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് പാർട്ടിയും മുമ്പോട്ട് വരുന്നു എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷെ പൂർണ്ണമായ അർത്ഥത്തിൽ കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഉടൻ തന്നെ ഉണ്ടാകും. കാരണം ഇപ്പോൾ ആ ഒരു നമുക്ക് ന്യൂ ജനറേഷനകത്ത് ക്യാമ്പസുകൾ മുതൽ നോക്കിയാൽ ആ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും. ഈ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ കേരം തിങ്ങും കേരള നാടിനെ KR ഗൗരി നയിച്ചിരട്ടെ എന്ന് പറയുന്ന അഥവാ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഇനി എന്നുണ്ടാവും എന്നുള്ളത് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഒരു സമയത്ത് KR ഗൗരിയമ്മ ആകും എന്നൊരു സാധ്യത വന്നു, പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. അപ്പോൾ ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയ്ക്ക് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ അതിനെ നോക്കിക്കാണുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പം നിങ്ങളതിനെ കേവലമായി ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാവുക എന്ന നിലയിലേക്ക് ചുരുക്കി കാണേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീ പുരുഷ സമത്വം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ജെൻഡർ ഇക്വാളിറ്റി സാധ്യമാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ഗവൺമെൻറ്റിനെ, സ്ത്രീപക്ഷ നിലപാടുള്ള ഗവൺമെൻറ്റിനെ നയിക്കേണ്ടത് സ്ത്രീ തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരു പരിമിതിയുള്ളത് നമ്മളുടെ കേരളത്തിൻ്റെ ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകളുടെ ചരിത്രം എടുത്താൽ മുഖ്യമന്ത്രിയായി വനിത വന്നിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഭരിക്കുന്ന 1ാം പിണറായി സർക്കാരിൻ്റെയും 2ാം പിണറായി സർക്കാരിൻ്റെയും നിലവിലുള്ള വനിതാ മന്ത്രിമാരുടെ കൗണ്ട് എടുത്താൽ പോലും എണ്ണത്തിൽ അതൊരു പ്രശ്നം അല്ല എന്ന് ചിന്ത പറയുന്നു. അല്ല, എണ്ണത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടൊക്കെ എത്രയായിരുന്നു വനിതാ പ്രാതിനിധ്യം ഉള്ളത്? ഇപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ഇപ്പോൾ 1ാം ഗവൺമെൻറ്റും 2ാം ഗവൺമെൻറ് എടുത്താൽ തന്നെ അതിനകത്ത് വന്നിട്ടുള്ള എണ്ണത്തിലുള്ള വർധനവ് നമുക്ക് മുമ്പിൽ ഒരു അടയാളപ്പെടുത്തലാണ്. മറ്റൊന്ന്, സ്ത്രീകളെല്ലാവരും സ്ത്രീപക്ഷവാദികളായിരിക്കും അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ സ്ത്രീ വിരോധികളാണ് എന്ന് നമ്മൾ കാണേണ്ടതില്ല. ഫെമിനിസത്തെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഉയർച്ചയും സ്ത്രീ തുല്യതയെയും നല്ലതുപോലെ നോക്കിക്കാണുന്ന, അത്തരം തുല്യത ആഗ്രഹിക്കുന്ന പുരുഷന്മാർ കൂടി ചേർന്നതാണ് നമ്മുടെ സമൂഹം. അപ്പം ആ നിലപാട് എന്താണ് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനത്തെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഭരണകർത്താക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ഗവൺമെൻറ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. ഇപ്പം പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ കോൺസെപ്റ്റാണ്. അത് കൊടുത്തു തുടങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുപോലെ കാണാപ്പണികൾ ഒരുപാട് ചെയ്യുന്നവരാണ് സ്ത്രീകൾ. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് ചിലപ്പം സ്ത്രീ തന്നെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ എത്രയോ പണികൾ ചെയ്യുന്നുണ്ട്. മുറ്റമടിക്കുന്നുണ്ട്, സ്വീപ്പറിൻ്റെ പണി, കുക്കിൻ്റെ പണി, അടുക്കള മറ്റേ അലക്കുന്ന പണി, എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണാപ്പണികൾക്കൊക്കെ ഒരു വേതനം വേണ്ടേ? അപ്പം അത് അഡ്രസ്സ് ചെയ്ത ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ ആ ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള പരാതികൾ, സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളിലൊക്കെ എന്ത് ഷാർപ്പായി, എന്ത് സമയബന്ധിതമായി ഇടപെട്ടു എന്നുള്ളതാണ്. ഇപ്പം ഹണി റോസിൻ്റെ വിഷയമായാലും അവർ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ്. നടിയെ ആക്രമിച്ച വിഷയത്തിൽ എടുത്ത സ്റ്റാൻഡ് നമുക്കറിയാം. അതേപോലെ സിനിമാ മേഖലയിലെ തൊഴിലിടത്തിനകത്ത് സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് പരിശോധിക്കുന്നു, അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവാണ്. അപ്പം നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാവാം, ഇത്ര പോരാ, ഇതിൽ കൂടുതൽ വേണം. ആ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ഇതിൽ കൂടുതൽ ചെയ്യാം. പക്ഷേ ഇതൊരു തുടക്കമാണ്.
ആ തുടക്കത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ യുവജന കമ്മീഷൻ അധ്യക്ഷയായി 6.5 വർഷക്കാലത്തെ പ്രവർത്തനം, ചിന്തയുടെ സ്വപ്നങ്ങളെയും ചിന്തയുടെ ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തിയത് ആ ഒരു കാലയളവ് ശരിക്കും എങ്ങനെയാണ്? ഇനിയുള്ള ഒരു പഠനം, തൊഴിൽ, പൊതുപ്രവർത്തനം, എങ്ങനെയാണ് ഇനിയുള്ള സ്വപ്നങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വരുന്നത്. യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും പല പല റോളുകളാണ്. അതായത് ഒന്നൊരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനം. അപ്പോൾ നമ്മൾ പരാതി കേൾക്കുന്നു, ആ പരാതിയിൽ ഹിയറിങ്ങുകൾ നടത്തുന്നു, അതിന് അടുത്ത ഡേറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതിനവസാനം ഒരു ഫൈനൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ ശുപാർശ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു തലത്തിലുള്ള ഒരു റോള്. മറ്റൊരു തലത്തിൽ നമ്മൾ യുവജനങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് പോയി കാണുക, അത് അഡ്രസ്സ് ചെയ്യുക, ആ വിഷയങ്ങളിൽ നേരിട്ടൊരു പൊതുപ്രവർത്തകയെ പോലെ പോയി ഇടപെടുന്ന ഒരിത്. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് അതൊരു ഓഫീസാണല്ലോ. അപ്പോൾ ആ ഓഫീസിൻ്റെ HOD ആണ്. അപ്പം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന യൂത്ത് കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാരിലെ അഡീഷണൽ സെക്രട്ടറിയാണ്. ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. മറ്റ് അണ്ടർ സെക്രട്ടറിമാരുണ്ട്, ഫിനാൻസിൽ നിന്ന് വന്ന FO ഉണ്ട്, മറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമാരുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു ചലന നടക്കുന്ന ഓഫീസാണ്. ആ ഓഫീസിൻ്റെ നിയന്ത്രണത്തിൽ അതിൻ്റെ ചെയർപേഴ്സണായി HOD ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂറോക്രസിയുടെ ഒരു തലവും അതിനകത്ത് വരികയാണ്. അപ്പം ആ ഒരു പദവി എന്ന് പറഞ്ഞാൽ പല റോളിലൂടെ ഞാൻ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഒരു ഭാഗത്തൊരു ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോട് നിൽക്കുന്നു, മറുഭാഗത്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളൊരു ഇടപെടൽ. ഇത് രണ്ടും കൂടാതെ ജനങ്ങൾക്കിടയിൽ പോയി ഇടപെടാൻ കഴിയുന്ന, ഓരോ പരാതികൾ കേൾക്കാൻ പോകാൻ, വിസിറ്റ് ചെയ്യാൻ, ക്യാമ്പസുകളിലേക്ക് പോകാൻ, പരിപാടികളിൽ പങ്കെടുക്കാൻ, സെമിനാറുകൾ സംഘടിപ്പിക്കാൻ, അങ്ങനൊരു തലം. അപ്പോൾ ആ കാലം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ പല റോളുകളിലൂടെ കടന്നുപോയ കാലമാണ്. ഈ പറയുന്ന ജുഡീഷ്യൽ സംവിധാനം, ഈ പ്രശ്നപരിഹാരമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ CPM-ൻ്റെ എല്ലാ കാലത്തുള്ളൊരു വിമർശനമാണ്, ഒരു പരാതി വന്നാൽ പാർട്ടി അന്വേഷിക്കും, പാർട്ടി നടപടിയെടുക്കും. ഇപ്പോൾ P ശശിക്കെതിരെ, അതുപോലെ PK ശശിക്കെതിരെയൊക്കെ ഈ ലൈംഗിക ആരോപണമൊക്കെ വരുന്ന സമയത്ത് അതിൽ പാർട്ടി അന്വേഷിക്കുന്നു, അതിൻ്റെ തീവ്രത അളക്കുന്നു, എന്നിട്ട് നടപടിയെടുക്കുന്നു, അത് തിരിച്ചെടുക്കുന്നു. അവർക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, KTDC ചെയർമാൻ, ഇതുപോലുള്ള പദവികൾ നൽകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പൊതുജനങ്ങളെ പാർട്ടി എത്രത്തോളം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്ത ആലോചിച്ചിട്ടുണ്ടോ? ഈ മാധ്യമങ്ങളെ വല്ലാത്ത വിധത്തിൽ കള്ളപ്രചരണം പാർട്ടിക്കെതിരെ അയച്ചു വിട്ടിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഓരോ ഘട്ടത്തിലും. അപ്പം ഏറ്റവും ബഹുമാന്യനായ നേതാക്കന്മാർക്കെതിരെ, AKGക്കെതിരെ, EMSനെതിരെ, അഴീക്കോടൻ രാഘവനെതിരെ, ഇവരെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് അതാത് കാലങ്ങളിൽ മാധ്യമങ്ങൾ ഇറക്കിയിട്ടുണ്ട് വാർത്തകൾ, കള്ളപ്രചരണങ്ങൾ അയച്ചു വിട്ടിട്ടുണ്ട്. EMSനെയൊക്കെ അരിക്കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. സ്വരാജേട്ടൻ അടുത്തിടയ്ക്ക് ഒരു വീഡിയോയിൽ പറയുന്നതാണ്, അതായത് ഒരു നാടിനാകെ ഭക്ഷണം കൊടുക്കാനുള്ള നെല്ല് വിളയുന്ന പുരയിടം പാർട്ടിക്കും പത്രത്തിനും കൊടുത്തൊരാളെയാണ് ഇങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കുന്നത്. അപ്പം അങ്ങനെ അധിക്ഷേപ വർഷങ്ങൾ ചുമത്തും. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് പാർട്ടിയാണല്ല അന്വേഷിക്കുന്നത്, അല്ലാതെ CPM നേതാക്കന്മാർക്കെതിരെ മറ്റ് ഇതൊന്നുമില്ല, അതെല്ലാം ഇതൊക്കെ പണ്ട് മാധ്യമങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള വിധത്തിൽ സോഷ്യൽ മീഡിയ വേറൊരു തലത്തിൽ പാർട്ടിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്.